ചെറിയ കരുതൽ മതി പ്രമേഹം തടയാൻ. ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്ന പ്രശ്നമാണ് പ്രമേഹം. വൈകുന്തോറും മാറ്റാൻ പ്രയാസമുള്ള ഒരു ആരോഗ്യ പ്രശ്നം കൂടിയാണിത്. പ്രമേഹം തടയുന്നതിനായി ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ പ്രാവർത്തികമാക്കിയാൽ മാത്രം മതി. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ ചായയ്ക്ക് പ്രമേഹത്തെ തടയാൻ കഴിയും. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിവുള്ള ടാനിൻ, കാറ്റാച്ചിൻ തുടങ്ങിയവ ചായയിൽ അടങ്ങിയിട്ടുണ്ട്. ഫൈബറിന്റെ അളവ് കൂടുതലുള്ള ആപ്പിൾ, മാമ്പഴം പോലുള്ള പഴവർഗ്ഗങ്ങൾ പ്രമേഹത്തെ ചെറുക്കാൻ ഏറെ സഹായിക്കും. നിത്യവും ഒരു ആപ്പിളോ 100 ഗ്രാം മാമ്പഴമോ ഉത്തമം. പച്ചക്കറികളുടെ കൂടുതലുള്ള ഉപയോഗം ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് കോവയ്ക്കയ്ക്ക് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ ഉത്തേജിപ്പിക്കാനും തുടർന്ന് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനും കഴിവുണ്ട്. ദിവസവും 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ കോവയ്ക്ക ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു ചെറിയ അനുഭവമാണ്. കാരണം മറ്റൊന്നുമല്ല, പ്രമേഹ രോഗത്തെ എങ്ങനെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മെരുക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാം. ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ള അറിവൊന്നുമില്ല, പറഞ്ഞു തന്നിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും നടന്ന് ആരെങ്കിലും ചെയ്ത് കേട്ടതുമല്ല. ഇത് എന്റെ സ്വന്തം അനുഭവമാണ്. പ്രവാസ ജീവിതത്തിനിടയ്ക്ക് നമ്മൾ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ഷുഗറും കൊളസ്ട്രോളും എന്നിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല സാധനങ്ങൾ. ഈ അടുത്ത കാലത്ത് എനിക്ക് എന്റെ കുടുംബത്തിൽ പ്രമേഹ രോഗികളോ അല്ലെങ്കിൽ എനിക്കോ ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ട് എന്റെ അറിവില്ല. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടുമില്ല, ഷുഗർ നോക്കിയിട്ടുമില്ല. പക്ഷെ ഈ അടുത്ത സമയത്ത് ഒരു മാസം മുമ്പ് എന്റെ ശരീരത്തിന് വെയിറ്റ് വളരെയധികം കുറയുന്നു. സാധാരണ വെയിറ്റ് അല്ലായിരുന്നു, ഞാൻ ഓവർ വെയിറ്റ് ആയിരുന്നു. 94 കിലോ വരെ എനിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ 83 കിലോയിലോട്ട് കുറഞ്ഞു. കാരണം ഈ ഷുഗർ കൂടിയതായിരുന്നു. ഇതറിയാൻ സ്ഥിരമായിട്ട്, അതായത് അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പറഞ്ഞാലും അതിന്റെ തുമ്പത്ത് വെളുത്ത ഒരു പഞ്ചസാരയുടെ പൊടി പോലെ ഇരിക്കുകയും ചില സമയത്ത് അത് നീറ്റൽ അനുഭവപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും പുറത്തു പറയാനുള്ള മടി കാരണം ഞാൻ എന്റെ അടുത്തൊരു സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന പോലെ വളരെയധികം മൂത്രം കണ്ടമാനം പോകുന്നു, വെയിറ്റും കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഷുഗർ ആയിരിക്കും ചേട്ടാ, ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. പ്രവാസികൾക്ക് ഈ ഹോസ്പിറ്റലിൽ, എസ്പെഷ്യലി മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത ഹോസ്പിറ്റലിൽ പോയുള്ള അവസ്ഥ ഇവിടെയുള്ളവർക്കറിയാം, നാട്ടിലുള്ളവർക്ക് അറിയത്തില്ല. ആർക്കും നമ്മുടെ അത് കാരണം ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകണോ വേണ്ടയോ എന്നൊരു ആശങ്കപ്പെട്ടു. ചിലർ പറഞ്ഞു ഒരു മെഷീൻ വാങ്ങിക്കുക, ഷുഗർ ചെക്ക് ചെയ്യുന്ന മെഷീൻ വാങ്ങി. അത് 50 ദിറംസേ ഉള്ളൂ. ഷുഗർ ചെക്ക് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 40 ദിറംസ് ഉള്ളൂ. 10 ദിറംസ് ലാഭമുണ്ട്. 10 ദിറംസ് കൂടുതലാണ്. പക്ഷെ 10 പ്രാവശ്യം ചെക്ക് ചെയ്യുക, 10 പ്രാവശ്യം ഷുഗർ ചെക്ക് ചെയ്യാൻ പോകണല്ലോ, അതോർത്തവും ആശുപത്രിയിൽ പോകണ്ട എന്നൊരു തീരുമാനമാണ്. പക്ഷെ ഇതെന്റെ ഒരു ഏറ്റവും അടുത്ത എന്നെ വളരെയധികം സ്നേഹിക്കുന്ന അത്രയ്ക്ക് എന്നോട് ഇതുള്ള ഒരാളോട് ഞാൻ സംസാരിച്ചു പറഞ്ഞു, ഞാൻ ഒരു മരുന്ന് പറഞ്ഞു ചെയ്യുമോ എന്ന് എന്നോട് ആദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം, എനിക്ക് വേണ്ടിയുള്ള ആയതുകൊണ്ട് ഞാൻ ചെയ്യാം. എന്താണ് ചോദിച്ചാൽ ഒന്നും നിസ്സാരമായിട്ട് രണ്ട് വെണ്ടയ്ക്ക എടുക്കുക, തലയും പാലും കളയുക. തലയും പാലും കളഞ്ഞതിന് ശേഷം 4ആയിട്ട് കീറി ഒരു ഗ്ലാസ്സിലോ ഒരു കുപ്പിയിലോ വെച്ചിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് രാവിലെ എടുത്തിട്ട് വെണ്ടയ്ക്ക കഴിക്കാതെ ആ കുപ്പി വെള്ളം മാത്രം 2 ഗ്ലാസ് കുടിക്കുക. ഒരു ഗ്ലാസ് കുടിക്കാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ 3 ഗ്ലാസ് കുടിക്കും. കാരണം പെട്ടെന്ന് പറയണല്ലോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 1 പറഞ്ഞാൽ 9 ചെയ്യും. അങ്ങനെ 3 ഗ്ലാസ് വെള്ളം കുടിക്കും. വെറും വയറ്റിൽ ആദ്യമൊക്കെ കുടിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്, കൊഴുപ്പ് ദ്രാവകമാണ്. എങ്കിലും ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നം തോന്നി. 2 ദിവസം കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഷുഗർ കാരണം ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം കരിഞ്ജീരകം വാങ്ങിച്ച് പൊടിച്ച് വെച്ചിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ വെറും വയറ്റിൽ കഴിക്കണം, അല്ലെങ്കിൽ വൈകിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ടോ സ്വല്പം മോരിനകത്ത് ചാലിച്ച് കഴിക്കാൻ പറഞ്ഞു. അപ്പം ക്ഷീണം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. കാരണം ആ ദിവസങ്ങളിലൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാ അരമണിക്കൂർ തൊട്ടും അലാറിന് അടിച്ച പോലെ മൂത്രം ഒഴിക്കാൻ ഞാൻ എഴുന്നേറ്റോണ്ടിരിക്കുക. കാരണം തൊട്ടടുത്ത മുറികളിൽ താമസിക്കുന്ന ആൾക്കാർ വരെ പറയും രോഗം ഉറക്കമില്ലേ എന്ന് ചോദിക്കുന്നത്. കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ പോലും ഞാൻ കുറയ്ക്കണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കൂട്ടത്തിൽ തന്നെ ഒരു മെഷീനും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു മെഷീൻ പോയി വാങ്ങിച്ചു. ഇതാണ് ആ സാധനം. 50 ദിറംസ് കൊടുക്കാൻ കിട്ടി. കൂടുതൽ 10 സ്ട്രിപ്പും കിട്ടി ചെക്ക് ചെയ്യാനുള്ള. എങ്കിലും 7 ഉൾപ്പെടാം. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന 397 ആയിരുന്നു ആഫ്റ്റർ ഫുഡ്. ദിവസം രാവിലെ ഫാസ്റ്റിംഗിൽ എടുത്തു. 327 ആണ് എന്റെ കിടക്കുന്നത്. ഞാൻ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. മെഡിസിൻ പറഞ്ഞാൽ ഈ വെണ്ടയ്ക്ക വെള്ളം സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ 297 ആയി. അങ്ങനെ ഇത് ചെയ്തു. ആദ്യം പകൽ ചോറ് എന്നുള്ള സംഭവം അങ്ങോട്ട് ഉപേക്ഷിച്ചു. ചോറില്ലാതെ എനിക്ക് പറ്റില്ല, പക്ഷെ അതങ്ങ് ഉപേക്ഷിച്ചു. അതിനുശേഷം 2 ദിവസം ചപ്പാത്തി കഴിച്ചു. പക്ഷെ ചപ്പാത്തി അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാതെ അങ്ങോട്ട് പറ്റുന്നില്ല. അത് കാരണം സൂചി ഗോതമ്പ് വാങ്ങിച്ചിട്ട് അത് കഞ്ഞി വെച്ച് കുടിച്ചു. ഒരു 2-3 ആഴ്ച ഇത് മാത്രമേ കുടിക്കുള്ളൂ. കൂട്ടത്തിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ കോവയ്ക്ക മെഴുക്കുവരട്ടിയോ കത്രിക്ക ഉണ്ട് 1-2 വിഭവങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയും കഴിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് 397, അതിന് 297, 243, 227, അതിനുശേഷം 136, 122, ഇപ്പൊ 122. ഒരു മാസം കൊണ്ട് എന്റെ ഷുഗർ ലെവല്
122 ആയി. കുറച്ചുകൂടെ കുറയ്ക്കാം, പക്ഷെ ഞാൻ ഒന്ന് കൺട്രോൾ ചെയ്തു. കാരണം പെട്ടെന്ന് ഷുഗർ താന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം 2 ആൾക്കാർ എന്നോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് കൺട്രോൾ ചെയ്തിരിക്കണം. അതുകൊണ്ട് ഈ അറിവ് നിങ്ങളോട് പറഞ്ഞത്, ഷുഗർ ഉണ്ട് എന്ന് അറിയുന്ന നിമിഷം ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി എനിക്കറിയാമല്ല. പക്ഷെ ഇൻസുലിൻ എടുക്കുന്നതിന് മുമ്പ് ഷുഗർ ഉണ്ടോ എന്നൊരു സംശയം തോന്നിയാൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതിനു ശേഷം ധൈര്യമായിട്ട് വെണ്ടയ്ക്കായുടെ വെള്ളം കുടിച്ചു. പക്ഷെ ഒരാഴ്ച കൂടുതൽ കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഷുഗർ കണ്ടുവാൻ താന്നു പോകാൻ സാധ്യതയുണ്ട്. ഒരാഴ്ച നിങ്ങൾ കുടിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യൂ. അതിനുശേഷം മാത്രം നിങ്ങൾ ഇൻസുലിൻ എടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ട് അവരോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 10 കിലോ വെയിറ്റ് ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് ബോണസ് ആയിട്ട് കിട്ടി. 10 കിലോ വെയിറ്റ് കുറഞ്ഞും കിട്ടി. എങ്ങനെ വെയിറ്റ് കുറയ്ക്കണം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷുഗർ കയറി പിടിച്ചത്. ആ ഷുഗർ കൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ടായി, 10 കിലോ വെയിറ്റ് കൂടെ കുറഞ്ഞു കിട്ടി. അതുകൊണ്ട് നിങ്ങൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ ഒരുപക്ഷെ അവർക്ക് വളരെയധികം ഗുണകരം. ഇതിനായി ദിവസവും 10 ഗ്രാം കോവയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഷുഗർ കുറയുന്നതായി കാണാം. കോവയ്ക്ക മീൻസ് ലൈക്ക് ദിസ് ഫോട്ടോ. ഓക്കെ, കോവയ്ക്ക സ്ഥിരമായി നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം ഉള്ളവർക്ക് കുറയുന്നതായി കാണാനായി കഴിയും. ഇനി കോവയ്ക്ക കഴിക്കാൻ പറ്റില്ലെങ്കിൽ കോവയ്ക്ക ഉണക്കി പൊടിച്ച് ദിവസവും 2 നേരം ചൂടുവെള്ളത്തിൽ കലക്കി കഴിച്ചാലും മതി. കോവയ്ക്കയിൽ ധാരാളം ഇൻസുലിൻ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോവയ്ക്കയുടെ ഇല, വേര് എന്നിവ ഉൾപ്പെടെ എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ഒരു പ്രമേഹ രോഗി നിത്യവും 100 ഗ്രാം കോവയ്ക്ക ഉപയോഗിച്ചു വരികയാണെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാനും നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കുവാനും കോവയ്ക്കയ്ക്ക് സാധിക്കും. കോവയ്ക്ക സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. എന്ന് വെച്ച് കോവയ്ക്ക വളരെയധികം കഴിക്കുന്നതും നല്ലതല്ല. ദിവസം 100 ഗ്രാം വീതം കഴിക്കുന്നത് ശരീരത്തിന് നിൽക്കാന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ പ്രവാസികളിൽ ഒരുപാട് പേർക്ക് ഷുഗറും ഉണ്ട്, അതുവഴി ഒരുപാട് പേർക്ക് ഹാർട്ട് അറ്റാക്കും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാര വളരെയധികം നോർമലായിട്ട് നിലനിർത്താൻ 1-2 ചെറിയ മാർഗം, അതായത് എന്റെ ചെറിയ അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെ വെണ്ടയ്ക്ക, ഇത് ഞാൻ 2ആയി പിളർന്ന്, നമ്മൾ 1-2 വെണ്ടയ്ക്ക 2ആയി പിളർന്ന് നിങ്ങൾ തലേ ദിവസം 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കും. രാവിലെ എണീറ്റ് വെറും വയറ്റിൽ തന്നെ ഈ വെണ്ടക്കായ എടുത്ത് മാറ്റിയതിന് ശേഷം ഈ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ ഷുഗറിന്റെ ലെവല് ഇപ്പൊ 300-400 പോലും ആയി നിൽക്കുന്ന ആളുകളിൽ, ഭക്ഷണത്തിന് ശേഷം ഇത്രയും വലിയ ഉയർന്നു നിൽക്കുന്ന ആളുകളിൽ പോലും ഈ വെണ്ടക്കായയുടെ വെള്ളം വളരെ എഫക്റ്റീവായിട്ട് ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവല് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ഒരുപാട് നാരുകൾ അടങ്ങിയ ഒരു വെജിറ്റബിൾ ആണ്. ഇത് നിങ്ങൾക്ക് തോരനായിട്ട് കഴിക്കാം, കറിയായിട്ട് കഴിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ അന്നന്നത്തെ ഭക്ഷണത്തിൽ ഈ വെണ്ടക്കായ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങയാണ് നിങ്ങൾ രാവിലെ ഈ വെണ്ടക്കയുടെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന് പറയലായി ഈ ചെറുനാരങ്ങ 1 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് അതും 1 ഗ്ലാസ് വെള്ളമായിട്ട് നിങ്ങൾ കഴിക്കുക. കാരണം ഈ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ ഈ വൈറ്റമിൻ സിയുടെ കലവറയാണ്. ഇത് ഒരുപാട് രോഗപ്രതിരോധ ശേഷി തരുന്ന ഒരു വസ്തുവാണ്. മാത്രമല്ല നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസ് മറ്റ് നോർമൽ ആയിട്ടുള്ള ഒരാളെ അപേക്ഷിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ചെറിയ ചെറിയ ഇൻഫെക്ഷനുകൾ പെട്ടെന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പനിയൊക്കെ സാധാരണ ആൾക്കാർക്ക് പിടിക്കുന്നതിന്റെ എളുപ്പത്തിൽ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് പിടിക്കും. അതുവഴി ഇൻഫെക്ഷൻസും വരും. അപ്പൊ ആ ഇൻഫെക്ഷൻസ് ഒക്കെ ഒഴിവാക്കാനും അസുഖങ്ങൾ വരാതിരിക്കാനും ഡെയിലി നിങ്ങളൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഗ്രീൻ ആപ്പിൾ. റെഡ് ആപ്പിളിനേക്കാളും മധുരം കുറയുന്നതെന്ന് മാത്രമല്ല, റെഡ് ആപ്പിളിനേക്കാൾ ഒരുപാട് പോഷക സമ്പുഷ്ടമാണ് ഗ്രീൻ ആപ്പിൾ. പിന്നെ ഡയബറ്റിക് പേഷ്യന്റിന്റെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് പറയുന്നത് ഈ ഗ്രീൻ ആപ്പിൾ. തൊലിയോടുകൂടി വളരെ വൃത്തിയായിട്ട് കഴുകിയതിനു ശേഷം തൊലിയോടുകൂടി തന്നെ നിങ്ങളിത് കഴിക്കാൻ ശ്രമിക്കണേ. അടുത്തതായിട്ട് നമ്മുടെ ഗ്രീൻ ടീ. ഗ്രീൻ ടീ ഇപ്പൊ എല്ലാവരും ഒരുപാട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. ആദ്യമൊക്കെ അത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെയാണ് ഒരുപാട് ആൾക്കാരെ ഉപയോഗിക്കാറ്.
നമ്മൾ മലയാളികൾക്കും അറിയാം എന്താണ് ഗ്രീൻ ടീ എന്ന്. പക്ഷെ ഈ ഗ്രീൻ ടീയുടെ ഗുണം പലർക്കും അറിയില്ല. ഗ്രീൻ ടീ എന്ന് പറഞ്ഞ ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ്, നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരുപാട് വസ്തുക്കൾ അടങ്ങിയതാണ്. അപ്പോ ഒരു ഡയബറ്റിക് പേഷ്യന്റ് എന്നല്ല, ആരായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു ചായ കുടിയുടെ സമയത്ത് രാവിലെ ആയാലും വൈകിട്ടായാലും ഒരു ചായ ഗ്രീൻ ടീ ആയിട്ട് കുടിക്കുക. തീർച്ചയായിട്ടും മധുരം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഓട്സിന്റെ ഉപയോഗം ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പലരും രാത്രി ചപ്പാത്തിയും ചോറിനും ഒക്കെ കഴിക്കുന്നതിന് പകരം ഓട്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആണുങ്ങൾ പ്രത്യേകിച്ചും അവർ വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞു വന്നാൽ അവർ ഭക്ഷണമൊന്നും റൂമിൽ ഉണ്ടാക്കാനായിട്ട് മെനക്കെടാറില്ല. ഒരു നേരെ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ ഉപയോഗിക്കുന്ന എണ്ണ എന്താണെന്ന് അറിയില്ല, അവരെങ്ങനെയാണ് അത് പാചകം ചെയ്യണം, അതിൽ എന്തൊക്കെ മായം കലർന്നിട്ടുണ്ടെന്ന് നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കില്ല. മാത്രല്ല ഇന്നത്തെ ഭക്ഷണ രീതി ഒരു രീതിയിലും നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ വയറിന് തീർച്ചയായിട്ടും നല്ലതാവില്ല. അപ്പോ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ ഓട്സ് ആക്കുക. അപ്പൊ രാത്രി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഓട്സ് സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്നത് പോലെ നനച്ചതിന് ശേഷം ഒരല്പം തേങ്ങ ഉപയോഗിച്ച് ആ പുട്ടുകുറ്റിയിൽ ഇത് നിറച്ച് ഒരു 3-4 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു നല്ല സ്വാദിഷ്ടമായ ഒരു ഓട്സ് പുട്ട് റെഡിയാവും. അത് ഏതെങ്കിലും ഒരു കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ഹാഫ് കഷ്ണം പഴത്തിന്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോ പുട്ടുണ്ടാക്കാൻ വയ്യ എന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് തീർച്ചയായിട്ടും കുറുക്ക് രൂപത്തിലും ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ഒരിക്കലും ഞാൻ ആധികാരികമായിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റോ ഒരു ഡോക്ടറോ ആയിട്ടോ ഒന്നുമല്ല. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. പക്ഷെ വായനയിലൂടെയും അന്നുള്ള ജേണൽസ് ഒക്കെ നെറ്റുന്ന കയറി വായിക്കുന്നതിലൂടെ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചേ ഉള്ളൂ. കാരണം നമ്മൾ പ്രവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാസി എന്ന് പറഞ്ഞ ഓരോ കുടുംബത്തിന്റെയും വിളക്കാണ് ശരിക്കും. ഒരു പ്രവാസിയുടെ ഹൃദയം നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ കുടുംബം തന്നെ ഇരട്ടിലാവുക എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവാസികളുടെ ജീവിതത്തിനൊക്കെ വളരെ വിലയുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞ് കുടുംബത്തെ നോക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം നിങ്ങൾ കുടുംബത്തെ സംരക്ഷിക്കുക. നിങ്ങളുടെ ജീവന് ഏറ്റവും അധികം വില നൽകുന്ന കുടുംബാംഗങ്ങളെ പറ്റി നിങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾ ഇതിന് ഏതെങ്കിലും ഒരു മാർഗം പ്രാക്ടിക്കലാക്കിയാൽ തന്നെ എനിക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. താങ്ക് യു.